വചനം തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ വചനത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. നിന്റെ പീഡാസഹനങ്ങളുടെയും മരണോത്ഥാനങ്ങളുടെയും അർത്ഥമറിഞ്ഞ് നിന്റെ വഴിയെ ചരിക്കുവാൻ നിന്റെ കൃപയാലെ ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ആത്മീയ ഫലപുഷ്ടിയുള്ള കാലമാണ് നോമ്പുകാലം. അതിൽ തന്നെ ഏറ്റവും അധികം നമ്മൾ ദൈവിക വിചാരത്താലെ നിറയുന്ന കാലമാണ് വിശുദ്ധ വാരം. ഓശാന ഞായറും വലിയ ബുധനാഴ്ചയും പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയും ഉയർപ്പു ഞായറുമൊക്കെ വരുന്ന വിശുദ്ധ വാരം നമുക്കൊക്കെ വലിയ പ്രാർത്ഥനയുടെ കാലമാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ബാല്യത്തിൻ്റെ ഓർമ്മകൾ നിപ്പുണ്ട് ഈ വിശുദ്ധ വാരത്തെക്കുറിച്ച് ഉള്ളത്. ഓശാനയുടെ അന്ന് കുരുത്തോലകൾ കയ്യിലേന്തി ഓശാന ഓശാന എന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കും. അന്ന് ജെറുസലേം വീതിയിൽ ഒലിവ് ചില്ലകൾ കയ്യിലേന്തി ജനം പ്രാർത്ഥിച്ചതിൻ്റെ ഓർമ്മയായിട്ട്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവേ രക്ഷിക്കണമേ എന്നാണ്. കർത്താവേ രക്ഷിക്കണമേ എന്നൊരു ജനം നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത ഉത്തരമാണ് പിന്നാലെ വരുന്ന ദിവസങ്ങൾ, പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഉയർപ്പു ഞായറുമൊക്കെ. കർത്താവെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത ഉത്തരം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ഈ ഓശാനയാണ്. ഈശോയുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ദയവ് ചെയ്ത് ബൈബിൾ എടുത്ത് കയ്യിൽ പിടിച്ച് ഒന്ന് തുറന്ന് വായിക്കണം. ഇത് മുഴുവൻ വായിക്കാൻ നേരമില്ല, അതുകൊണ്ട് നിങ്ങളായിട്ട് എന്നോടൊപ്പം ഒന്ന് വായിച്ചു വന്നാൽ മതി ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ഈശോയുടെ ജീവിതത്തിലെ അവസാനത്തെ ആഴ്ചയാണ്. അവൻ്റെ ജീവിതം അവസാന വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര ഈശോ തുടർന്നു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ധ്യാനം ഇന്ന്, ജെറുസലേമിലേക്കുള്ള ഈശോയുടെ യാത്ര. പ്രിയമുള്ളവരെ, ഈശോ ഈ ഭൂമിയിലേക്ക് വന്നതും പരസ്യ ജീവിതം 3 ആണ്ടുകൾ ജീവിച്ചതും അവൻ ഒരുപാട് പേരെ സുഖപ്പെടുത്തിയതും ജീവന്റെ വചനം പ്രസംഗിച്ചതുമൊക്കെ എന്തിനായിരുന്നു? ജെറുസലേമിൽ എത്തിച്ചേരാനായിരുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ നിയോഗമായിരുന്നു അത്. ജെറുസലേമിൽ ചെന്ന് കാൽവരി മലയുടെ നെറുകയിൽ യാഗാർപ്പണം നടത്തണം. ലക്ഷ്യബോധത്തോടെ, അതിൽ നിന്നും അണുവിട ചലിക്കാതെ, എപ്പോഴും ശിരസ് ജെറുസലേമിലേക്കാക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് നടന്ന് നീങ്ങിയിരുന്നു. ഒരിക്കൽ പോലും ആ ലക്ഷ്യത്തിൽ നിന്ന് അവൻ പതറി കുതറി മാറിയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ കാര്യം വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. യെശയ്യാ 50:7 നമ്മൾ വായിക്കുന്നു, ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഇതാണ് ഈശോയുടെ മനസ്സ്. ജെറുസലേമിലേക്ക്, അവൻ്റെ പീഡാസഹനങ്ങളിലേക്ക്, കുരിശുമരണത്തിലേക്ക് മുഖമുയർത്തിപ്പിടിച്ച്, ശിരസ്സുയർത്തിപ്പിടിച്ച് അവൻ യാത്ര ചെയ്യുമ്പോൾ ഈശോയുടെ മനസ്സ് ഇതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 7-ാം വാക്യം, ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി, കല്ലുപോലെയാക്കി എൻ്റെ മുഖം. ജെറുസലേമിൽ നിന്ന് എൻ്റെ മുഖം മാറിയിട്ടില്ല. എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഈശോ പഠിപ്പിക്കുന്ന പാഠം, നമുക്കൊക്കെ ജീവിതത്തിൽ ചില നിയോഗങ്ങളുണ്ട്. ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്.
നമുക്ക് പറ്റുന്ന അപകടം ജീവിതം കുറച്ചൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കില്ലെന്ന് പറഞ്ഞ് മറ്റുള്ള ലോക കാഴ്ചകളിലേക്ക് നമ്മുടെ ശിരസ്സും നോട്ടവും മാറും. ഈശോ ഒരിക്കലും മാറിയിട്ടില്ല. ജെറുസലേമിലേക്ക് തന്നെ അവൻ നോക്കിയിരുന്നു, നടന്ന് മുന്നോട്ട് നീങ്ങിയിരുന്നു. നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയോഗങ്ങളിലേക്ക്, ലക്ഷ്യങ്ങളിലേക്ക് ഉറപ്പുള്ള ചുവടോടെ നടന്നു നീങ്ങാം. രണ്ടാമത്, അടുത്ത ധ്യാന വിഷയം. ഒന്നാമത്തെ എന്തായിരുന്നു? നമ്മൾ ഈശോയുടെ ജെറുസലേമിലേക്കുള്ള യാത്രയാണ് ഒന്നാമത് ധ്യാനിച്ചത്. രണ്ടാമത്, ഈശോയുടെ ജെറുസലേമിലേക്കുള്ളൊരു എൻട്രി ഇല്ലേ, ഇത് നമ്മുടെയൊക്കെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്നത്തെ സിനിമാ ഭാഷയിൽ പറഞ്ഞ ഒരു മാസ് എൻട്രിയാണ്. 3 വർഷത്തെ പരസ്യജീവിത കാലത്ത് യാതൊരു പ്രകടനപരതയും നാടകീയതയും കാട്ടാതിരുന്ന ഈശോ തമ്പുരാൻ ഇവിടെ അവൻ വിചാരിക്കുകയാണ്, ഇവിടെ കുറച്ചൊക്കെ വർണ്ണ പകിട്ടോടെ വേണം ഞാൻ ജെറുസലേമിലേക്ക് എൻ്റെ രാജകീയ പ്രവേശനം നടത്താൻ. അല്പം കളറൊക്കെ ചേർത്തു ഈശോ, ഒന്ന് കൊഴുപ്പിച്ചെടുക്കുകയാണ് ഇവൻ്റെ ഈ രാജകീയ പ്രവേശനത്തെ. ഇതിനു മുമ്പ് അത്തരം യാതൊരു പ്രകടന പരതകളും ഇല്ലാതിരുന്ന ഈശോ തമ്പുരാൻ ഇവിടെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണവും ഉണ്ടാകണം. നമ്മൾ ഇന്ന് ആ കാരണമാണ് അന്വേഷിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കണം ഈശോ അത്ര ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ജെറുസലേമിലേക്ക് പ്രവേശിച്ചത് എന്നതിൻ്റെ കാരണം. ഒന്നാമത്തെ പ്രത്യേകത, ഈ നാടകീയമായ ജെറുസലേം പ്രവേശനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് എന്തായിരുന്നു? കഴുതയെ കൊണ്ടുവന്നതായിരുന്നു. ഈശോ 2 പേരെ വിളിച്ചിട്ട് പറഞ്ഞേൽപ്പിക്കുകയാണ്, നിങ്ങൾ പോയി ഒരു കഴുതയെ കൂട്ടിക്കൊണ്ട് വരണം. നിങ്ങൾ ചെല്ലുന്ന നേരത്ത് അതിൻ്റെ ഉടമസ്ഥരെങ്ങാട്ടും ചോദിച്ചാൽ പറയണം. എന്തു പറയണം? കർത്താവിന് കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. ഈശോ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇതുവരെ ഈശോ അങ്ങനെ സ്വയം കർത്താവൊന്നും വിശേഷിപ്പിച്ചിട്ടില്ല. ഇവിടെ ഈശോ പറയുകയാണ്, കർത്താവിന് കഴുതയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേക്കണമെന്ന് പറഞ്ഞാണ് ഇവരെ പറഞ്ഞു വിടുന്നത്. ഇവർ ചെന്നു, കഴുതയുടെ കെട്ടഴിച്ചു. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ, കഴുതയുടെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കഴുതയുടെ ലോഡ്, കഴുതയുടെ കർത്താവ്. കഴുതയുടെ ലോഡിനോട്, കർത്താവിനോട് ശിഷ്യന്മാർ പറയുകയാണ് എന്ത്? രണ്ടാമത്തെ കർത്താവിന്, അടുത്ത കർത്താവിന്, ശരിക്കുമുള്ള കർത്താവിന്, റിയൽ ലോഡിന് കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അഴിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് കഴുതയുടെ അതുവരെയുള്ള ഉടമസ്ഥൻ മനസ്സിലാക്കുന്നത് എന്ത്? ഞാനല്ലായിരുന്നു കഴുതയുടെ ശരിക്കുമുള്ള ഉടമസ്ഥൻ എന്ന്. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കൊരു ധ്യാന വെളിച്ചമുണ്ടാകണം, ഒരല്പം വെട്ടം കിട്ടണം നമുക്ക്. എന്താ കാര്യമെന്നറിയാമോ? നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് കെട്ടിയ കഴുതകളാണ് നമ്മുടെ മാതാപിതാക്കളും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ. നമ്മുടെ വീട്ടുമുറ്റത്ത് കെട്ടിയ കഴുതകളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ. എപ്പോൾ നമ്മുടെ കർത്താവ് തമ്പുരാന് അവരെ കൊണ്ട് ആവശ്യമുണ്ടാകുന്നോ ആ നേരത്ത് അവൻ വന്ന് കെട്ടഴിച്ച് കൂട്ടിക്കൊണ്ടു പോകും. ചോദ്യമൊന്നും ചോദിക്കരുത്. ചോദിച്ചാൽ കിട്ടാൻ പോകുന്ന ഉത്തരം ഇത്രയേ ഉള്ളൂ: കർത്താവിന് കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ചില മരണങ്ങളെ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. എന്തുകൊണ്ട് ഈ പ്രായത്തിൽ മരിച്ചു? ചെറുപ്പമായിരുന്നു, 20 വയസ്സ്, മിടുക്കനായിട്ട് വളർന്നു വരികയായിരുന്നു. ഇതേ കല്യാണം കഴിഞ്ഞു, ജീവിത പങ്കാളിയുമായി ജീവിതം അങ്ങോട്ട് ഒരുമിച്ച് ആസ്വദിച്ച് തുടങ്ങിയതേ ഉള്ളൂ. എന്തിന് ഈ സമയത്തൊരു മരണം? വീട്ടിലൊരുപാട് ജോലികൾ തീർക്കാൻ ഇനി ബാക്കിയുണ്ട്, മക്കളെ കെട്ടിച്ചു വിടാനുണ്ട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയായിട്ടില്ല. എന്നിട്ട് എന്തിന് ഈ കുടുംബനാഥന് ഈ നേരത്തൊരു മരണം? ഒറ്റ ഉത്തരേ ഉള്ളൂ: കർത്താവിന് കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. മരണത്തെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ചില ദൈവ വിളികളെ പോലും നമുക്ക് ഈ വാക്യം കൊണ്ട് ഉത്തരം എഴുതാൻ പറ്റും. ചിലർ ചോദിക്കാറുണ്ട്, ഒറ്റമകനായിട്ട് എന്തിനാണ് അച്ഛനാകാൻ പോയത്? എന്നോട് ആ ചോദ്യമാണെങ്കിൽ വേറെ ചിലരോട് ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നായിരിക്കാം. ഇത്രയൊക്കെ പഠിച്ചിട്ട് മിടുക്കനായിട്ട് എന്തിനാണ് അച്ഛനാകാൻ പോയത്? PhD വരെ കംപ്ലീറ്റ് ചെയ്ത ആളോട് ചോദിക്കുന്നത് എന്തിനാണ് അച്ഛനാകാൻ പോയത്? ഒറ്റ ഉത്തരേ ഉള്ളൂ ഇതിനൊക്കെ. എന്താ ഉത്തരം? കർത്താവിന് കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് കഴുതയെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ അവൻ വന്ന് കെട്ടഴിച്ചുകൊണ്ട് പോകും. ആ നേരത്ത് അവിടെ വേറൊരു കഴുത ഉണ്ടോ എന്നോ, ഈ കഴുത PhD പാസ്സായതാണോ എന്നോ, BTech കംപ്ലീറ്റ് ചെയ്തെന്നോ എന്നൊന്നും വിഷയമല്ല. കർത്താവ് അതുകൊണ്ട് തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം ഇതാണ്: നമ്മളല്ല, നമ്മളുടേതെന്ന് കരുതിയ പലതിൻ്റെയും കർത്താവ്, ഉടമസ്ഥർ, അത് ഈശോ തമ്പുരാനാണ് എന്നത്.
എന്നിട്ട് ഇവർ ഈ കഴുതയെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരുമ്പോൾ മറ്റൊരു ചോദ്യം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചോദിക്കാനുണ്ട്. ഈ രണ്ട് ശിഷ്യന്മാർ, ഇവരെ വലിയ കാര്യമായിട്ട് ഈശോ വിളിച്ചിട്ട് ഏൽപ്പിക്കുന്ന ജോലി എന്താണെന്നറിയാമോ? ഇവരെന്തോ വലിയ ജോലി ഞങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചായിരിക്കണം ഈശോയുടെ അടുത്തോട്ട് വന്നിട്ട് യെസ് ആർ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോഴാണ് ഇവരോട് ഈശോ പറയുന്നത്, നിങ്ങൾ പോയി കഴുതയെ കെട്ടഴിച്ചു കൊണ്ടുവരണം. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു കാര്യം, പക്ഷേ ആ നിസ്സാരമായ കാര്യത്തിന് രക്ഷാകര ചരിത്രത്തിൽ എത്രയധികം പ്രാധാന്യമുണ്ടായിരുന്നുവെന്ന് ഇന്ന് നമ്മൾക്കറിയാം. മനസ്സിലാക്കേണ്ട അടുത്ത പാഠം എന്താണെന്നറിയാമോ? ചില ജോലികൾ ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബിംബങ്ങളായി നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ ഏൽപ്പിക്കും. കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും. ഇങ്ങനത്തെ കൊച്ചു ജോലികളൊക്കെയാണോ എന്നെ ഏൽപ്പിക്കുന്നത്, കുറച്ചുകൂടെ കനമുള്ള ജോലി ഏൽപ്പിക്കുക എന്ന് പറയാൻ തോന്നും. പക്ഷേ അരുത്. ആ ചെറിയ ജോലികളിൽ പോലും എന്തോ വലിയ ദൈവത്തിൻ്റെ പദ്ധതി അടങ്ങിയിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവോടെ നമുക്കതങ്ങ് ചെയ്തു തീർക്കാം. അതിന് കഴിയണം നമുക്ക്. ഇനി നമ്മൾ ധ്യാനിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? എന്തുകൊണ്ട് ഈശോ ഈ കഴുതയെ തേടി? എന്തുകൊണ്ടാണ് ഈശോ കഴുതപ്പുറത്ത് വേണം ഞാൻ ജെറുസലേമിലേക്കുള്ള എൻ്റെ രാജകീയ പ്രവേശനം നടത്താൻ എന്ന് തീരുമാനിച്ചത്? അതിന് 3 ഉത്തരങ്ങളുണ്ട്. ഇതും കൂടി നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്ന് ധരിക്കട്ടെ. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒന്നാമത് പറഞ്ഞത് ഈശോയുടെ ജെറുസലേം പ്രവേശനം. അവൻ്റെ ശിരസ് എപ്പോഴും ജെറുസലേമിലേക്ക് നോക്കിയിരുന്നു. പല കാര്യങ്ങൾ ചുറ്റോട് ചുറ്റും ചെയ്യുമ്പോഴും അവന് സംശയമില്ലായിരുന്നു, എൻ്റെ ലക്ഷ്യം ജെറുസലേമാണ്, കുരിശാണ് എന്ന കാര്യത്തിൽ. പിന്നെ നമ്മൾ ധ്യാനിച്ചത് ഈശോ കഴുതയെ തേടിപ്പോയതിൻ്റെ കാര്യമാണ്. അതായത് കർത്താവിന് കഴുതയെ ആവശ്യമുള്ളപ്പോൾ അവൻ കെട്ടഴിച്ചുകൊണ്ട് ഇങ്ങ് പോരും. അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഏൽപ്പിക്കപ്പെടുന്ന നിസ്സാരമെന്ന് തോന്നുന്ന ജോലികൾ പോലും പരാതിയും പരിഭവമില്ലാതെ നന്നായിട്ട് അങ്ങ് ചെയ്തു കൊള്ളുക. കാലം അതിൻ്റെ അർത്ഥം തെളിയിക്കും. ഇനി നമ്മൾ ധ്യാനിക്കുന്നതാണ് എന്തുകൊണ്ട് ഈശോ തീരുമാനിച്ചു കഴുതപ്പുറത്ത് വേണം ഞാൻ ജെറുസലേമിലേക്ക് പ്രവേശിക്കാനെന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം. എത്രയെന്നാണ് പറഞ്ഞത്? 3 കാരണങ്ങളുണ്ട് ഈശോ കഴുതപ്പുറത്ത് കയറി ജെറുസലേമിലേക്ക് പോയതിന്. ഒന്നാമത്തെ കാരണം, കഴുത സമാധാനത്തിൻ്റെ അടയാളമാണ്. കഴുത സമാധാനത്തിൻ്റെ അടയാളമാണ്. കഴുത ഒരു മോശപ്പെട്ട മൃഗമൊന്നും അല്ല കേട്ടോ. അത് നമ്മൾ തിരിച്ചറിയണം. കഴുത അങ്ങനെ ഒരു മോശപ്പെട്ട മൃഗം, നമ്മൾ ഇന്ന് കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ കളിയാക്കാൻ വേണ്ടി പോടാ കഴുതയെ എന്ന് വിളിക്കുന്നത് പോലെ ഒരു അപഹാസ്യപ്പെട്ട മോശപ്പെട്ട മൃഗമായിട്ടല്ല കഴുതയെ അന്ന് ധരിച്ചിരുന്നത്. കഴുത സമാധാനത്തിൻ്റെ അടയാളമായിരുന്നു. രാജാക്കന്മാർ കഴുതപ്പുറത്ത് യാത്ര ചെയ്തിരുന്നു. എപ്പോൾ? രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ, നേടിയെടുക്കാനും വെട്ടിപ്പിടിക്കാനും പോകുമ്പോൾ അവർ സഞ്ചരിച്ചിരുന്നത് കുതിരപ്പുറത്താണ്. പക്ഷേ അവർ സമാധാന ദൂതരായി പോകുമ്പോൾ, ഒരു പട്ടണത്തിലേക്ക് സമാധാനത്തിന് സന്ദേശവുമായി പ്രവേശിക്കുമ്പോൾ അവർ കഴുതപ്പുറത്താണ് പോയിരുന്നത്. അതായത് രാജാവ് കഴുതപ്പുറത്താണ് വരുന്നതെങ്കിൽ ചുറ്റുമുള്ളവർ മനസ്സിലാക്കിക്കോണം, രാജാവ് വരുന്നത് യുദ്ധം ചെയ്യാനല്ല, ആരെയും മുറിവേൽപ്പിക്കാനല്ല, നേടിയെടുക്കാനല്ല, വെട്ടിപ്പിടിക്കാനല്ല. മറിച്ച് രാജാവ് വരുന്നത് സമാധാനത്തിൻ്റെ സമ്മാനവുമായാണ്, സമാധാനത്തിൻ്റെ സന്ദേശവുമായാണ് രാജാവ് വരുന്നത് എന്ന പാഠമാണ് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നൽകുന്നത്. ഈശോ ഇവിടെ കഴുതപ്പുറത്ത് വന്നതിൻ്റെ കാരണം ഇതുതന്നെയാണ്. ഈശോ സംശയലേശമന്യേ പറയുകയാണ് എല്ലാവരോടും, സംശയമില്ല, ഞാൻ രാജാവാണ്, ഞാൻ രാജാവ് തന്നെയാണ്, ആരും ആ കാര്യത്തിൽ സംശയിക്കരുത്. പക്ഷേ എൻ്റെ രാജ്യത്വം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു രാജ്യത്വമല്ല. നേടിയെടുത്തും വെട്ടിപ്പിടിച്ചും കിരീടവും ചെങ്കോലുമായി സിംഹാസനം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു രാജാവായി നിങ്ങൾ എന്നെ ധരിക്കരുത്. മറിച്ചോ ഞാൻ സമാധാനത്തിൻ്റെ രാജാവാണ്, സമാധാനം സ്ഥാപിക്കാൻ വന്ന രാജാവാണ് ഞാനെന്ന് ഈശോ പറയുകയാണ് കഴുതപ്പുറത്ത് യാത്ര ചെയ്തതുവഴി. രണ്ടാമത്, ഈശോ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ നൽകുന്ന സന്ദേശം എന്താണെന്നറിയാമോ? കഴുത ശുശ്രൂഷയുടെ അടയാളം കൂടിയാണ്. ശുശ്രൂഷയുടെ അടയാളമാണ് കഴുത.
കഴുതപ്പുറത്താണ് മനുഷ്യർ തങ്ങളുടെ ഭാരങ്ങളൊക്കെ കയറ്റി വെച്ച് യാത്ര ചെയ്തിരുന്നത്. അത് തങ്ങളെ തന്നെയാകാം, അല്ലെങ്കിൽ അവരുടെ വലിയ ഭാണ്ഡക്കെട്ടുകൾ കഴുതപ്പുറത്ത് വെച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്തിരുന്നത്. ഇവിടെ ഈശോ കഴുതപ്പുറത്ത് വരുമ്പോൾ ഈശോ നൽകുന്ന ഒരു പഠനം, ഈശോ നൽകുന്ന സന്ദേശം എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭാരം പേറാൻ വന്നിരിക്കുന്ന കഴുതയാണ് ഞാൻ. നിങ്ങളുടെ പാപത്തിൻ്റെ, അകൃത്യങ്ങളുടെ, അധർമ്മങ്ങളുടെ ഭാരം പേറാൻ വേണ്ടി ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന സന്ദേശവും കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത് വഴി ഈശോ നൽകുന്നുണ്ട്. ഇതും പോരാ, മൂന്നാമതായിട്ട് ഈ കഴുത ശുദ്ധതയുടെ അടയാളമാണ്. ഈ കഴുത ശുദ്ധതയുടെ അടയാളമാണ്. എങ്ങനെയാണത്? ഈശോ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നുണ്ട്, ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ വേണം നിങ്ങൾ പോയി കണ്ടെടുത്ത് കൊണ്ടുവരുവാൻ. ആരും കയറിയിട്ടില്ലാത്ത കഴുത എന്ന സൂചന ഇത് ശുദ്ധതയുള്ള മൃഗമാണ് എന്നതാണ്. ഈശോ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ആരും കയറിയിട്ടില്ലാത്ത കഴുതയായി ഈശോയ്ക്ക് ഹൃദയമൊരുക്കുവാൻ നിനക്ക് കഴിയുമോ എന്നത്. അങ്ങനെയാണോ നമ്മൾ ഈശോയ്ക്ക് ഇടമൊരുക്കുന്നത് എന്നത്? അതോ ഒരുപാട് പേര് കയറി ഇറങ്ങിയിട്ട് അവസാനം എന്ന പോലെ ഈശോയ്ക്കും ഒരവസരം കൊടുത്തേക്കാം എന്ന് ധരിച്ചിരിക്കുന്നവരാണോ നമ്മൾ? നമ്മൾ പറഞ്ഞു വന്നത്, ഈശോ കഴുതപ്പുറത്തേറി ജെറുസലേം പ്രവേശനം നടത്താൻ 3 കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഒന്നാമത്തെ കാരണം എന്തായിരുന്നു? അത് കഴുത സമാധാനത്തിൻ്റെ അടയാളമാണ്. താൻ സമാധാന രാജാവാണെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. രണ്ടാമത്, കഴുത ശുശ്രൂഷയുടെ അടയാളമാണ്. നിങ്ങളുടെ ഭാരം പേറാൻ ഞാൻ വന്നിരിക്കുന്നുവെന്ന് ഈശോ പറയുന്നു. മൂന്നാമത്, ഈ കഴുത ശുദ്ധതയുടെ അടയാളമാണ്. ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതയായി എനിക്ക് വഴിയൊരുക്കുവാൻ നിനക്ക് കഴിയുമോ എന്ന ചോദ്യമുണ്ട് അതിൽ. ഇങ്ങനെ സമാധാന രാജാവായ ഈശോ തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടും സമൂഹത്തിൻ്റെ പ്രതികരണമാണ് കൗതുകം, അതാണ് വൈരുദ്ധ്യം. അപ്പോഴും ജനം വിചാരിക്കുന്നത്, ഇവൻ ഞങ്ങൾക്ക് വേണ്ടി സിംഹാസനം വീണ്ടും വെട്ടിപ്പിടിക്കുന്ന, രാജ്യം നേടിയെടുക്കുന്ന, ഇസ്രായേലിൻ്റെ ഭരണം പുനഃസ്ഥാപിക്കാൻ വന്നിരിക്കുന്ന രാജാവാണ് എന്നതാണ്. ഇത് ഓശാന ദിവസം മാത്രമല്ല, ഇനി അങ്ങോട്ട് പീഡാനുഭവ വാരത്തിൻ്റെ എല്ലാ ദിവസവും അനുഭവിക്കാൻ പോകുന്ന സംഘർഷമാണ്. ഈശോ ഒരു കാര്യം നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ജനം അതിന് നേരെ വിപരീതമായ കാര്യമാണ് തിരിച്ചറിയുന്നത്. സമാധാനത്തിൻ്റെ രാജാവായി തന്നെ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിത്രയൊക്കെ ചെയ്തിട്ടും അവരീശോയെ തിരിച്ചറിയുന്നത്, ഇവൻ ഞങ്ങളുടെ കിരീടവും ചെങ്കോലും പുനഃസ്ഥാപിക്കുന്ന രാജാവാണ് എന്നതാണ്. ഇനി അങ്ങോട്ട് ഈ സംഘർഷം ഒരുപാട് നീണ്ടു പോകും. ഈശോയെ പിടിക്കാൻ വന്ന പടയാളികളിൽ ഒരാളുടെ ചെവി വാളുകൊണ്ട് ഛേദിക്കുമ്പോൾ ശിഷ്യന്മാരും പറയുന്നത് ഇത് തന്നെയാണ്, ഇവൻ രാജ്യം പുനഃസ്ഥാപിക്കാൻ വന്ന മിശിഹായാണ് എന്ന ചിന്ത. ഈശോയെ കുരിശിൽ നിന്നും വെല്ലുവിളിച്ചിറക്കാൻ നോക്കുമ്പോൾ വീണ്ടും ഈ ചിന്ത തന്നെയാണ് വരുന്നത്, ഈ സംഘർഷമാണ് വരുന്നത്. ഈശോ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ആളുകളിലേക്ക് എത്തുന്നില്ല. അവരുടെ ചിന്ത ഈശോയുടെ സന്ദേശത്തെ, അതിന് മുകളിലേക്ക് അവരുടെ ചിന്ത കയറി വരികയാണ്. ഒടുവിലായി ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. പുരോഹിത പ്രമുഖന്മാരും പ്രമാണിമാരും ഒക്കെ വന്ന് ഈശോയോട് പരാതി പറയുന്നു, ഈ ജനത്തോട് മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ ഈശോ വ്യക്തമായി കൊടുക്കുന്നൊരു ഉത്തരമുണ്ട്, ഞാൻ രാജാവാണെന്ന് എൻ്റെ രാജ്യത്വത്തെ ഇവർ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ ഈ പാറയും ഈ മണ്ണും ദൈവത്തിന് സ്തുതി പാടും എന്ന ഉത്തരമാണ് ഈശോ അവർക്ക് കൊടുക്കുന്നത്. ഇത് സംശയലേശമന്യേ തെളിയിക്കപ്പെട്ട കാര്യമാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ കാര്യം നമുക്ക് കാണാൻ പറ്റും. യേശയ്യാ 44:23 നമ്മൾ വായിക്കുന്നുണ്ട്, ആകാശങ്ങളെ സ്തുതി പാടുക, കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ ആഴങ്ങളെ ആർപ്പ് വിളിക്കുക, പർവ്വതങ്ങളെ, വനമേ, വനവൃക്ഷങ്ങളെ ആർത്തുപാട്. പ്രകൃതിയോട് ദൈവം ആവശ്യപ്പെടുകയാണ് ദൈവത്തിൻ്റെ മഹത്വം ഏറ്റുപാടാൻ. ഈശോ പറഞ്ഞ ഉത്തരവാദമാണ്, ഞാൻ രാജാവാണെന്ന വസ്തുത ഇത്രയും കാലം കഴിഞ്ഞ 3 വർഷവും രഹസ്യമാക്കി വെച്ചിരുന്ന കാര്യം ലോകമറിയാൻ നേരമായി. എൻ്റെ ഈ പീഡാനുഭവ വാരത്തിലാണ് ഇത് ലോകം, മനുഷ്യകുലം ഏറ്റുപറയേണ്ടത്.
രാജാവും രക്ഷകനും കർത്താവും ദൈവവുമായവൻ ഞാനാണെന്ന സത്യം മനുഷ്യകുലം തിരിച്ചറിയേണ്ടത്. ഇനി അവര് അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആര് തിരിച്ചറിയുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്? പ്രകൃതി അത് തിരിച്ചറിയും. അതങ്ങനെ സംഭവിക്കുകയും ചെയ്തു. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ നേരത്ത് ചുറ്റോട് ചുറ്റും നിന്നവര് അവനെ ക്രൂശിക്കുക, അവൻ്റെ മരണം കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന നേരത്ത് സംഭവിച്ചതെന്താണ്? സൂര്യൻ മുഖം മറയ്ക്കുകയാണ്, ഭൂമി കുലുങ്ങുകയാണ്, പ്രകൃതി വേദനിക്കുകയാണ് ഈശോയുടെ മരണത്തെ കണ്ട്. പ്രകൃതി ദൈവസ്തുതി ഏറ്റുപറയുന്ന നേരമാണത്. പ്രിയമുള്ളവരെ, നമ്മൾ ഓശാനയുടെ ചിന്തകളാണ് പങ്കുവെച്ചത്. രാജാവും ദൈവവുമായവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരാൻ തുടങ്ങുകയാണ്. ഓശാന വിശുദ്ധ വാരത്തിൻ്റെ വാതിലാണ്. ഓശാന വിശുദ്ധ വാരത്തിൻ്റെ വാതിലാണ്. ഇനി അങ്ങോട്ട് ദൈവിക രഹസ്യങ്ങളെ നമ്മൾ ഏറെ ഹൃദയപൂർവ്വം ധ്യാനിക്കേണ്ട ദിവസങ്ങളാണ്. ഇന്ന് നമ്മൾ ധ്യാനിച്ച കാര്യം ഒന്നുകൂടെ മനസ്സിൽ പതിയട്ടെ. ജെറുസലേമിലേക്ക് ഈശോയുടെ ശിരസ് എപ്പോഴും നോക്കിയിരുന്നു. അവൻ്റെ നോട്ടം ലക്ഷ്യം ജെറുസലേമും കുരിശുമരണവുമായിരുന്നു. കഴുതപ്പുറത്ത് ഏറാൻ അവൻ തീരുമാനിച്ചു. കഴുതയെ വിളിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഓർക്കണം, നമ്മുടെ പ്രിയപ്പെട്ടവർ വീടിൻ്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന കഴുതകളാണ്. മരണത്തെയും ദൈവവിളികളെ പോലും അങ്ങനെ വേണം മനസ്സിലാക്കാൻ. എന്തുകൊണ്ട് ഈശോ കഴുതയെ തിരഞ്ഞെടുത്തു? 3 കാരണങ്ങൾ. സമാധാനത്തിൻ്റെ അടയാളമാണ്, ശുശ്രൂഷയുടെ അടയാളമാണ്, ശുദ്ധതയുടെ അടയാളമാണ്. എന്നിട്ടും ജനമത് തിരിച്ചറിയാതെ പോയി. ഒടുവിലായി ജനമത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പ്രകൃതി അത് തിരിച്ചറിയുമെന്ന് ഈശോ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക, ഓശാന ഞായർ വിശുദ്ധ വാരത്തിൻ്റെ വാതിലാണ്. ഈശോ ഹൃദയത്തിലേക്ക് വരാൻ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. തുറക്കണമോ വേണ്ടയോ നമ്മുടെ തീരുമാനമാണ്. ഈ അർത്ഥം കിട്ടുന്ന ഒരു കാര്യം ബാല്യത്തിൻ്റെ ഓർമ്മകളിലുണ്ട്. കുഞ്ഞുനാളിൽ ഓശാന ഞായറാഴ്ച വളരെ രസകരമായ ഓർമ്മയുള്ളൊരു ദിവസമാണ്. കുരുത്തോല അച്ഛൻ തരുമ്പോൾ എൻ്റെ കുരുത്തോലയ്ക്കാണോ ഉയരമെന്നറിയാൻ വേണ്ടി പൊക്കി പൊക്കി നോക്കുന്നതും മറ്റുള്ളവരുടെ കുരുത്തോലകളുടെ മുകളിൽ എൻ്റെ കുരുത്തോല ഉയർത്തിപ്പിടിക്കുന്നതുമൊക്കെ കൊച്ചുനാളിലെ ഓർമ്മയാണ്. അത് കഴിഞ്ഞ് പ്രദക്ഷിണത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പള്ളി ചുറ്റി പ്രദക്ഷിണം കഴിഞ്ഞിട്ട് ആനവാതിലിൻ്റെ മുമ്പിൽ വന്ന് അച്ഛൻ വലിയ കുരിശെടുത്ത് ആനവാതിലിനെ മുട്ടിക്കൊണ്ട് പറയും, വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിൻ രാജാവ് എഴുന്നള്ളുന്നു. ആദ്യത്തെ കൊട്ടിൽ അനക്കമില്ല, രണ്ടാമത്തെ കൊട്ടിൽ അനക്കമില്ല, മൂന്നാമത്തെ കൊട്ടാകുമ്പോൾ എങ്ങനെയോ അത്ഭുതകരമായി ആനവാതിൽ തുറക്കുന്നു. അച്ഛൻ രാജകീയമായി പള്ളിയകത്തേക്ക് കയറുന്നു. 5-6 വയസ്സുള്ള ബാലന് ഇത് വലിയ കൗതുകമായിരുന്നു. ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തും മന്ത്രമാണ് വികാരിയച്ഛൻ ഈ കാണിക്കുന്നത് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നെ തിരിച്ചറിഞ്ഞു. ജനലിൽ കൂടെ നോക്കിയപ്പോൾ കണ്ടു, ഇത് കപ്പ്യാരച്ഛൻ ഒപ്പിക്കുന്ന പണിയാണ്. 3ാമത്തെ ചോദ്യമാകുമ്പോൾ കപ്പ്യാരച്ഛൻ അകത്ത് നിന്ന് ഇതിൻ്റെ കുറ്റി അങ്ങ് മാറ്റിക്കൊടുക്കുന്നു. 3ാമത്തെ ചോദ്യം കഴിയുമ്പോൾ വികാരിയച്ഛൻ ആഘോഷമായി പള്ളിയകത്തേക്ക് കയറുന്നു. ഓശാന ഞായറാഴ്ച നമ്മുടെ ഹൃദയവാതിലിൽ ദൈവം തമ്പുരാനും മുട്ടുകയാണ്. മഹത്വത്തിൻ രാജാവ് എഴുന്നള്ളുന്നു. കപ്പ്യാരച്ഛനെ പോലെ ഹൃദയവാതിലുകളുടെ കുറ്റിയൂരി അവന് പ്രവേശനം കൊടുക്കാൻ നിനക്ക് കഴിയുമോ? കഴിയണം. ദൈവമഹത്വത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.